എത്ര എംബസിൻ്റെ ഇവിടെ? 100 ചില്ലാൻ എംബസികളുള്ള റിയാദിലെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഡിപ്ലോമാറ്റിക് ക്വാർട്ടേഴ്സിലാണ് ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന ഇന്ത്യൻ എംബസിയാണ്. ബുജൈരി പാലസിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് റിയാദിലെ എംബസികളുടെ ലോകത്തേക്കാണ്. ധാരാളം എംബസികളാണ് ഈ കവാടത്തിൻ്റെ അകത്ത് കാണപ്പെടുന്നത്. ഇന്ത്യൻ എംബസി അടക്കം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബഷീർക്ക് ഞങ്ങളെയും കൊണ്ട് അകത്തേക്ക് കയറി. അദ്ദേഹം ജപ്പാൻ എംബസിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശനം സാധ്യമായി. പല രാജ്യങ്ങളുടെ എംബസിക്ക് മുമ്പിലും വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോരുത്തരും സുരക്ഷാ ഭടന്മാരുടെ ക്യാമറ കണ്ണുകളിലാണ്. ഇതെന്താ പറഞ്ഞേ? റോയൽ കിങ് അബ്ദുൽ അസീസ് രാജാവിന് വിദേശ പ്രസിഡന്റുമാർ ഗിഫ്റ്റായിട്ട് കൊടുത്ത കാറുകൾ. അബ്ദുൽ അസീസ് രാജാവിന് വിദേശ രാജ്യങ്ങളിലുള്ള ഗസ്റ്റേഴ്സ് കൊടുത്ത കാറുകളാണ്. റഷ്യൻ രാജാവ് കൊടുത്ത റഷ്യൻ പ്രസിഡന്റ്. മ്യൂസിയത്തിന് പുറത്തായി കാണുന്ന പാർക്കിൻ്റെ നീറ്റ്നെസ് കണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു. ഒരു പേപ്പർ പോലും പുറത്ത് കാണാത്ത വിധം എല്ലാ വേസ്റ്റുകളും കൃത്യമായി പ്ലാന്റിൽ എത്തിച്ചുകൊണ്ട് സംരക്ഷിക്കപ്പെട്ട പാർക്ക്. ഒരുപാട് ആളുകളാണ് വെള്ളിയാഴ്ച ദിവസം അവരുടെ അവധി ദിനങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ. തൈകൾ പിടിപ്പിക്കുന്നതിനായി ഇവിടെയെല്ലാം മണ്ണ് ഇടക്കിയതായി കാണപ്പെടുന്നു. പ്രത്യേകതരം പൈൻ്റ് കൊണ്ടുള്ള ടൈൽസിൽ തീർത്ത സ്വിമ്മിംഗ് പൂള് പോണോത്ത അരുവിയെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചുറ്റും ആളുകളിരുന്ന് കുശലം പറയുകയും ഭക്ഷണം കഴിക്കുകയും കുട്ടികൾ കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട്. അറബിക് ഭാഷ കൈകാര്യം ചെയ്യുന്നവരെയാണ് കൂടുതലും ഞങ്ങൾ അവിടെ കണ്ടത്. എങ്കിലും ഇന്ത്യക്കാരും ഒട്ടും കുറവിലല്ല. പാകിസ്ഥാനികളും ധാരാളം ജോലി ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയിൽ. ഇപ്പം കൊണ്ടെന്താ പറയുക, ഈ സ്ഥലത്തിന് എന്താ കറക്റ്റ് പറയാം? മുറബ്ബ, റിയാദ് മുറബ്ബ അല്ലേ? മുറബ്ബ പാർക്ക് അല്ലേ? മുറബ്ബ പാർക്ക്, മുറബ്ബ മ്യൂസിയം, നാഷണൽ മ്യൂസിയം. ഇത് റിയാദിൻ്റെ എവിടെ ആയിട്ട് വരും? റിയാദിൻ്റെ സെൻറ്ററാണ്. റിയാദ് സെൻറ്ററിലാണ്. കുട്ടികളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പൂച്ചണ്ടതിന് ഇല്ല. ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങി നേരെ പോയത് ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഒരു ഷിപ്പിൻ്റെ അഥവാ ഒരു കപ്പലിൻ്റെ ആകൃതിയിലാണ് റിയാദിലെ ഫിഷ് മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. അത് കാണുവാനായി ഞങ്ങൾ റിയാദിലെ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുകയാണ്. വൈകുന്നേരം 3 മണിയാണ് സമയം. ഏകദേശം ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് എത്തി. ഇതാണ് റിയാദിലെ കപ്പലിൻ്റെ മാതൃകയിലുള്ള ഫിഷ് മാർക്കറ്റ്. ഞങ്ങൾ അകത്തു കയറുവാൻ വേണ്ടി വാഹനം പാർക്ക് ചെയ്യുന്നതിനായി പാർക്കിങ്ങിലേക്ക് നീങ്ങുകയാണ്. റിയാദ് മുറബ്ബ ഫിഷ് മാർക്കറ്റ് എന്നാണ് ഇവിടത്തേക്ക് അറിയപ്പെടുന്നത്. നല്ല ഫിഷ് മാർക്കറ്റ് ഏരിയകൾ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഒരു ചായ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ നാട്ടുകാരൻ്റെ ഒരു ചായക്കട ഇവിടെ ഉണ്ടെന്നുള്ളത് കേട്ടോ. നോക്കട്ടെ. റിയാദിലൊരു ഫിഷ് മാർക്കറ്റാണ് ഈ കാണുന്നത്. ഷിപ്പിൻ്റെ മോഡലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഫുള്ള് ഫിഷ് മാർക്കറ്റ് തന്നെയാണ്. ഈ കാണുന്നത് മൊത്തം ഫിഷ് മാർക്കറ്റാണ്. ഇത് വലിയ ഫിഷ് മാർക്കറ്റ്. അതൊക്കെ ചെറിയ ചെറിയ സ്റ്റോറുകളായിട്ടുള്ള ഇവിടുന്ന് സാധനം എടുത്തിട്ട് അവിടുന്ന് സെയിൽ ചെയ്യുന്ന. വാഹനം പാർക്ക് ചെയ്ത് ഞാൻ ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ധാരാളം ആളുകൾ അവിടെ മീൻ വാങ്ങാൻ വന്നിട്ടുണ്ട്. ഹമ്മൂറും തുലോപ്പിയയും അടങ്ങുന്ന ധാരാളം വലിയ മീനുകൾ എനിക്കവിടെ കാണാൻ സാധിച്ചു. എല്ലാം ഫ്രഷായ കെമിക്കൽ ചേർക്കാത്ത ഫിഷാണ് അവിടെ വിൽക്കുന്നത്.
നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വളരെയധികം വിലക്കുറവിലാണ് ഇവിടങ്ങളിലെല്ലാം ഫിഷ് ലഭ്യമാകുന്നത്.